എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പേപ്പർ വാല്യുവേഷൻ നാളെ മുതൽ ആരംഭിക്കും. അതായത് ഏപ്രിൽ 3-ാം തീയതി മുതൽ ആരംഭിക്കും. പേപ്പർ വാല്യുവേഷൻ എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ ഈ ഒരു SSLC പരീക്ഷയുടെ അതായത് നിങ്ങൾ ആൻസർ എഴുതി ആ ഒരു ആൻസർ ഷീറ്റ് പരിശോധിച്ച് നിങ്ങൾക്ക് എത്ര മാർക്ക് നൽകാൻ ആയിട്ട് അതായത് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് അർഹതയുണ്ട് അതിനനുസരിച്ച് മാർക്ക് നൽകുന്ന പ്രോസസ്സിനെയാണ് ഈ ഒരു പേപ്പർ വാല്യുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പേപ്പർ വാല്യുവേഷന് ശേഷം പിന്നീട് ടാബുലേഷൻ വർക്കുകളും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പിന്നീട് നിങ്ങളുടെ റിസൾട്ട് പ്രഖ്യാപനം ഉണ്ടാവും. അപ്പോൾ റിസൾട്ട് പ്രഖ്യാപനം വിദ്യാഭ്യാസ മന്ത്രി വാർത്താ സമ്മേളനം നടത്തി ഇത്ര ആണ് സംസ്ഥാനത്തെ വിജയ ശതമാനം എന്നുള്ളതും അതുപോലെ തന്നെ എത്ര വിദ്യാർത്ഥികൾക്ക് A+ കിട്ടി, എത്ര വിദ്യാർത്ഥികൾ ജയിച്ചു എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞതിന് ശേഷം ഏകദേശം 1 മണിക്കൂറിന് ശേഷമാണ് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ SSLC പരീക്ഷാഫലം അറിയാൻ സാധിക്കുക. അപ്പോൾ എന്താണ് ഈ ഒരു ടാബുലേഷൻ എന്നുള്ളത് കൂടി പറയാം. ടാബുലേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഈ ഒരു വാല്യുവേഷൻ ക്യാമ്പ് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് പിന്നീട് നിങ്ങളുടെ റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായിട്ട് നടക്കുന്ന പ്രോസസ്സിനെയാണ് ടാബുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടാബുലേഷനിൽ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഈ ഒരു വാല്യുവേഷന് ശേഷമുള്ള നിങ്ങളുടെ റിസൾട്ട് ഈ ഒരു സോഫ്റ്റ്വെയറിൽ അപ്ലോഡ് ചെയ്യും. അതിനുശേഷം പിന്നീട് നിങ്ങൾക്കുള്ള CE മാർക്ക് അതുപോലെ തന്നെ ഗ്രേസ് മാർക്ക് എന്നിങ്ങനെയുള്ള വിവിധ മാർക്കുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്ത ശേഷം അതിൻ്റെ റിസൾട്ട് അതായത് ഏത് ഗ്രേഡിലാണ് ആ ഒരു മാർക്ക് വരുന്നത് എന്നുള്ളതനുസരിച്ച് അതിനെ ഗ്രേഡിങ്ങിലേക്ക് ചേഞ്ച് ചെയ്ത ശേഷമാണ് നിങ്ങളുടെ ഈ ഒരു റിസൾട്ട് പ്രഖ്യാപിക്കുക. അപ്പോൾ ഇതിനു വേണ്ടി നടക്കുന്ന പ്രോസസ്സുകളെയാണ് ടാബുലേഷൻ. അത് വാല്യുവേഷന് ശേഷം നടക്കുന്ന റിസൾട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടി നടത്തുന്ന പ്രോസസ്സുകളെയാണ് ഈ ഒരു ടാബുലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പരീക്ഷയിൽ SSLC പരീക്ഷയിൽ ജയിക്കാനായിട്ട് എത്ര മാർക്ക് വേണം, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഗ്രേസ് മാർക്ക് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ CE മാർക്ക് ഉണ്ടെങ്കിൽ ജയിക്കുമോ എന്നിങ്ങനെ വിദ്യാർത്ഥികൾക്കുള്ള എല്ലാവിധ സംശയങ്ങളും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ മാറ്റാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾക്ക് SSLC പരീക്ഷ ജയിക്കാൻ എത്ര മാർക്ക് വേണമെന്ന് നോക്കാം. അപ്പോൾ 40 മാർക്കിൻ്റെ പരീക്ഷ ആണെങ്കിൽ അതിൽ 10 മാർക്ക് CE ഉൾപ്പെടെ 50 മാർക്കിലാണ് വരിക. അപ്പോൾ 50 മാർക്കിൻ്റെ ഇതിൽ നിങ്ങൾക്ക് 10 മാർക്ക് CE ഫുള്ള് കിട്ടുന്നുണ്ടെങ്കിൽ 40 മാർക്ക് പരീക്ഷയിൽ 5 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടൽ 15 മാർക്ക് കിട്ടി, അതായത് D+ ഗ്രേഡ് കിട്ടി നിങ്ങൾ പരീക്ഷ പാസ്സാകുന്നതാണ്. എന്നാൽ നിങ്ങൾക്ക് 9 മാർക്ക് CE കിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾ 6 മാർക്ക് പരീക്ഷയിൽ വാങ്ങിക്കണം. അതിനുശേഷം നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു 15 മാർക്ക് കിട്ടുള്ളൂ, അങ്ങനെയെങ്കിലേ D+ ഗ്രേഡ് കിട്ടി നിങ്ങൾ ജയിക്കുള്ളൂ. ഇനി അടുത്തതായിട്ടുള്ളത് 80 മാർക്കിൻ്റെ വിഷയമാണ്. 80 മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ അതിൽ 20 മാർക്ക് CE ഉണ്ട്, ടോട്ടൽ 100 മാർക്കിലാണ് വരിക. 100 മാർക്കിൽ നിങ്ങൾക്ക് ഏകദേശം അതായത് നിങ്ങൾക്ക് 20 മാർക്ക് ഫുൾ CE കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് 10 മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ 30 മാർക്ക് കിട്ടി നിങ്ങൾക്ക് D+ ഗ്രേഡ് കിട്ടി നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് ജയിക്കും. എന്നാൽ 20 കിട്ടുന്നില്ല 19 കിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾ 11 മാർക്ക് പരീക്ഷയിൽ വാങ്ങിച്ചാലേ 30 മാർക്ക് കിട്ടുള്ളൂ. അതുപോലെ 18 മാർക്കേ കിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾ ഈ ഒരു പരീക്ഷയിൽ 12 മാർക്ക് നിങ്ങൾ വാങ്ങിക്കണം, അങ്ങനെയെങ്കിൽ ഈ ഒരു 30 മാർക്ക് കിട്ടുള്ളൂ, അതുപോലെ D+ ഗ്രേഡും കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ മാർക്ക് വാങ്ങിച്ചാലാണ് നിങ്ങൾ ഈ ഒരു പരീക്ഷ ജയിക്കുക. അതായത് നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ടത് ആകെ മാർക്കിൻ്റെ 30% മാർക്കാണ് വേണ്ടത്. അതായത് 40 മാർക്കിൻ്റെ വിഷയത്തിൽ 10 മാർക്ക് CE ഉൾപ്പെടെ 50ലാണ് വരിക. 50ൽ 30 15 മാർക്കാണ്, അതായത് 50 മാർക്കിലാണ് വരിക. ഇതിൽ നിങ്ങൾക്ക് 15 മാർക്കാണ് നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയിൽ ജയിക്കാനായിട്ട് വേണ്ടത്. 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ 20 മാർക്ക് CE ഉൾപ്പെടെ 100ലാണ് വരിക. 100ൽ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് വേണ്ടത് 30 മാർക്കാണ് വേണ്ടത്. അതായത് ആകെ മാർക്കിൻ്റെ 30% മാർക്കാണ് CE ഉൾപ്പെടെ ജയിക്കാൻ വേണ്ട മാർക്ക് എന്ന് പറയുന്നത് ഒരു 30% മാർക്കാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് ഈ ഒരു SSLCയുടെ പേപ്പർ വാല്യുവേഷൻ ലിബറൽ ആയിരിക്കും അല്ലെങ്കിൽ സ്ട്രിക്റ്റ് ആയിരിക്കുമോ എന്നുള്ളത്. ലിബറൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികൾ ഇത്ര മാത്രമാണ്. അതായത് നിങ്ങളുടെ വാല്യുവേഷൻ സാധാരണഗതിയിൽ വാല്യുവേഷൻ ചെയ്ത് ചെറിയ തെറ്റുകൾക്ക് മാർക്ക് കുറക്കാതിരിക്കുന്നതിനാണ് ഈ ഒരു ലിബറൽ വാല്യുവേഷൻ എന്നതുകൊണ്ട് വിദ്യാർത്ഥികൾ സാധാരണഗതിയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു SSLCയുടെ പേപ്പർ വാല്യുവേഷൻ സാധാരണഗതിയിൽ ലിബറലായിട്ടാണ് വാല്യുവേഷൻ ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാർക്ക് കുറയും എന്ന് ആലോചിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഗ്രേസ് മാർക്ക്. അപ്പോൾ ഗ്രേസ് മാർക്ക് സർക്കുലർ, അതായത് നിലവിൽ ഗ്രേസ് മാർക്കിൻ്റെ സർക്കുലർ വന്നിട്ടില്ല, കാരണം ടാബുലേഷൻ വർക്കിനോട് അനുബന്ധിച്ചൊക്കെയാണ് സാധാരണഗതിയിൽ ഗ്രേസ് മാർക്കിൻ്റെ സർക്കുലറും കാര്യങ്ങളൊക്കെ വരിക. എന്നാൽ നിങ്ങളോട് സ്കൂളിൽ നിന്ന് നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൻ്റെ കോപ്പിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ചില സമയത്ത് ക്ലാസ് ടീച്ചേഴ്സ് ആയിരിക്കും വാങ്ങിച്ചിട്ടുണ്ടാവുക, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ NCC അതുപോലെ തന്നെ SPC അല്ലെങ്കിൽ മറ്റ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഇതുപോലെ വിവിധ വിഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ചുമതലകൾ ഉള്ള അധ്യാപകർ നിങ്ങളോട് ഈ ഒരു SSLC പരീക്ഷയുടെ ഹോൾ ടിക്കറ്റിൻ്റെ കോപ്പി വാങ്ങിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഗ്രേസ് മാർക്കിനുള്ള കാര്യങ്ങളും ഒക്കെ സ്കൂളിൽ നിന്നാണ് പ്രോസസ്സ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളോട് ഈ ഒരു ഗ്രേസ് മാർക്കിന് നിങ്ങൾക്ക് അർഹതയുണ്ട്, എന്നാൽ നിങ്ങളോട് സ്കൂളിൽ നിന്ന് മറ്റ് ഡോക്യുമെൻസിൻ്റെ കോപ്പിയോ അല്ലെങ്കിൽ ഹോൾ ടിക്കറ്റിൻ്റെ കോപ്പിയൊന്നും സ്കൂളിൽ നിന്ന് വാങ്ങിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സിനെ കോൺടാക്റ്റ് ചെയ്യുക, അതല്ലെങ്കിൽ സ്കൂൾ ഹെഡ് മാസ്റ്ററെ കോൺടാക്റ്റ് ചെയ്ത് ഗ്രേസ് മാർക്കിൻ്റെ കാര്യങ്ങളൊക്കെ പറയുക. ഗ്രേസ് മാർക്കിൻ്റെ ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ എപ്പോഴാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ സ്കൂളിലെ നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സിനെ വിളിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഗ്രേസ് മാർക്കിന് അർഹതയുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ പ്രൊസീജിയേഴ്സൊക്കെ ചെയ്തുകൊണ്ട് എത്ര ഗ്രേസ് മാർക്ക് കിട്ടാനുള്ള അർഹതയാണുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഗ്രേസ് മാർക്കിന് അർഹത ലഭിക്കുന്നതായിരിക്കും. ഇനി ഒരു ഗ്രേസ് മാർക്ക് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നോക്കാം. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു A സബ്ജക്റ്റുകൾക്ക് നിങ്ങൾക്ക് A+ ആണ്, ഫുൾ A+ ആണ് കിട്ടിയതെന്ന് വിചാരിക്കുക. അതുപോലെ നിങ്ങൾ SPC ഉണ്ട്, അതായത് SPC ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് അതിനൊരു 20 മാർക്ക് CE ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന് കെമിസ്ട്രിക്ക് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന മാർക്ക് എന്ന് പറയുന്നത് B+ ഗ്രേഡാണ്. അപ്പോൾ B+ ഗ്രേഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഏകദേശം ഒരു 34 മാർക്ക് വരെ നിങ്ങൾക്ക് 34 മാർക്കാണ് കിട്ടിയിട്ടുള്ളത്. 34 അല്ല, അതായത് ഈ ഒരു
30 അതായത് ജസ്റ്റ് പറയാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ CE ഉൾപ്പെടെ മാർക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു B+ ഗ്രേഡാണ് കെമിസ്ട്രി കിട്ടിയത്. B+ എന്ന് പറയുമ്പോൾ ഏകദേശം 35 മുതൽ 39 വരെ മാർക്കാണ് 40-ൻ്റെതിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 39 മാർക്കാണ്, അതായത് ഈ ഒരു 39 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയതെന്ന് വിചാരിക്കാം. 39 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 50-ലാണ്, അതായത് ടോട്ടലായിട്ട് നോക്കുമ്പോൾ 39 എന്ന് പറയുന്നത് ഈ ഒരു CE ഉൾപ്പെടെ 39 ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഒരു മാത്സ് ആകുമ്പോൾ നിങ്ങൾക്കറിയാം 80-ലാണ് മാർക്ക് വരുന്നത്. അപ്പോൾ 80-ൽ നിങ്ങൾക്ക് കിട്ടിയത് ഒരു A ഗ്രേഡാണെന്ന് വിചാരിക്കുക. A ഗ്രേഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം 80 മുതൽ 89 വരെയാണ്. അപ്പോൾ നമുക്ക് 89 മാർക്ക് എടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്തതായിട്ടുള്ളത് ഈ ഒരു മലയാളം ഫസ്റ്റ് എടുക്കാം. അപ്പോൾ മലയാളം അല്ലെങ്കിൽ പാർട്ട് 1 ലാംഗ്വേജ് നോക്കാം. ഈ ഒരു പാർട്ട് 1 ലാംഗ്വേജിൽ നിങ്ങൾക്കൊരു B ഗ്രേഡാണ് കിട്ടിയത്. B ഗ്രേഡ് എന്ന് പറയുമ്പോൾ ഏകദേശം 30 മുതൽ 34 വരെ മാർക്കാണ്. അപ്പോൾ ഈ ഒരു 34 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയതെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക്, അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞതുപോലെ SPSCക്ക് 20 മാർക്കാണ് ഗ്രേസ് മാർക്ക് എന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക്, അതായത് ഈ ഒരു ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഗ്രേഡിൽ നിന്നും മറ്റൊരു ഗ്രേഡിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറവ് മാർക്ക് ഏതിനാണോ ആഡ് ചെയ്യേണ്ടത് അതിനാണ് ഈ ഒരു ഫസ്റ്റ് ഈ ഒരു ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം, ഇവിടെ മാത്സ് ആണ്. മാത്സിൽ 84, അതായത് മാത്സിൽ 59 മാർക്കാണുള്ളത്. ഒരു മാർക്കിൻ്റെ കുറവാണ് ഇവിടെ A+ ആവാനായിട്ട് വേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ B+ ആണ്, അതായത് കെമിസ്ട്രി ആണ്. കെമിസ്ട്രിയിൽ 39 മാർക്കാണ്. അടുത്ത ഈ ഒരു A ഗ്രേഡ് ആവണമെങ്കിൽ നിങ്ങൾക്ക് ഒരു മാർക്കിൻ്റെ വ്യത്യാസമാണുള്ളത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെയും ഒരു മാർക്കിൻ്റെ വ്യത്യാസമാണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ, അതായത് മലയാളം നോക്കുന്ന സമയത്ത് അവിടെ 34 മാർക്കാണുള്ളത്. അവിടെ B+ ആവണമെങ്കിൽ ഒരു മാർക്കിൻ്റെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയും ഒരു മാർക്കാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ, അതായത് ഒരു മാർക്കിൻ്റെ വ്യത്യാസമാണെങ്കിൽ അവിടെ എല്ലാ ആ ഒരു സബ്ജക്റ്റുകൾക്കും ഓരോ മാർക്ക് വെച്ച് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അതേസമയം ചിലതിന് 2-3 മാർക്കിൻ്റെ ഒക്കെ വ്യത്യാസം വരികയാണെങ്കിൽ, ചിലതിന് 1 മാർക്കിൻ്റെ ഒക്കെ വ്യത്യാസമാണ് വരുന്നതെങ്കിൽ അതിൽ 1 മാർക്കിൻ്റെ വ്യത്യാസം എവിടെയാണ് വരുന്നത് അതിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി നൽകുക. ഇവിടെ നിങ്ങൾക്ക് അറിയാം ഓരോ മാർക്കിൻ്റെ വ്യത്യാസമാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഓരോ മാർക്കിൻ്റെ വ്യത്യാസം വരുന്നത് കൊണ്ട് തന്നെ എല്ലാത്തിനും ഓരോ മാർക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അങ്ങനെ 39 എന്നുള്ളത് 40 ആകുന്ന സമയത്ത് A ഗ്രേഡ് ആവും. അതുപോലെ തന്നെ ഈ ഒരു 89 എന്നുള്ളത് 90 ആകുന്ന സമയത്ത് ഇവിടെ A+ ഗ്രേഡ് ആവും. അപ്പോൾ ഇവിടെ ഒരു മാർക്ക് വെച്ച് കഴിഞ്ഞാൽ A+ ഗ്രേഡ് ആവും. അതുപോലെ തന്നെ ഇവിടെ B എന്നുള്ളത് B+ ഗ്രേഡ് ആവും. 35 ആവുന്ന സമയത്ത് B+ ഗ്രേഡ് ആവും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിലാണ് ഈ ഒരു ഗ്രേസ് മാർക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് 3 മാർക്ക് ആഡ് ചെയ്തു. അങ്ങനെയെങ്കിൽ 20-ൽ നിന്ന് 18 മാർക്ക് മാത്രമേ ബാക്കിയുള്ളൂ. 17 മാർക്കാണ് ബാക്കിയുള്ളത്. 17 ആണ്. അപ്പോൾ ഈ ഒരു 17 മാർക്കിൻ്റെ ആ ഒരു ബാക്കിയാണ് വരുന്നത്. കാരണം 3 മാർക്ക് അതിന് ആഡ് ചെയ്തു, 20 മാർക്കേ ഉള്ളൂ. അതിൽ നിന്നും ബാക്കി 17 മാർക്കാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു 17 മാർക്ക് ഉള്ളത് കൊണ്ട് തന്നെ, അതായത് ഒരു 17 മാർക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഇനി, അതായത് ഇവിടെ നിങ്ങൾക്ക് അറിയാം ഈ ഒരു മാത്സിന് A+ ആയി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയെങ്കിൽ അത് പിന്നീട് മാറ്റും. അതായത് പിന്നീട് അത് പരിശോധിക്കേണ്ട ആവശ്യമില്ല, കാരണം അത് A+ ഗ്രേഡായി. അതുപോലെ തന്നെ പിന്നീട് അടുത്തതായിട്ടുള്ളത് നോക്കുന്ന സമയത്ത് ഇവിടെ B+ഉം അതുപോലെ തന്നെ B ഗ്രേഡുമാണുള്ളത്. അതുപോലെ 17 മാർക്കുമാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അടുത്ത ഗ്രേഡ് ചേഞ്ചിലേക്ക്, അതായത് ഏറ്റവും കൂടുതൽ മാർക്ക് ഏതിനാണ് ആഡ് ചെയ്യേണ്ടത്, അത് ഇവിടെ നിങ്ങൾക്ക് അറിയാം 39 മാർക്ക് 40 ആയി. 40 ആകുമ്പോൾ അത് A ഗ്രേഡായി. അപ്പോൾ ഇനി ആ ഒരു വിദ്യാർത്ഥിക്ക് അതിനെ 45 ആക്കണമെങ്കിൽ ഏകദേശം 5 മാർക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇവിടെ 5 മാർക്ക് ആഡ് ചെയ്താൽ മാത്രമേ, A എന്നുള്ളത് A+ലേക്ക് ചേഞ്ച് ആവുള്ളൂ. അതേപോലെ തന്നെയാണ് താഴെ ഭാഗത്തുള്ള, അതായത് മലയാളം നോക്കുന്ന സമയത്ത് അത് B+ ഗ്രേഡിലേക്ക് മാറിയിട്ടുണ്ട്. B+ എന്ന് പറയുമ്പോൾ 35 മാർക്ക് അതിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 35 മാർക്കിൽ നിന്നും ഈ ഒരു 40-ലേക്ക് വരണമെങ്കിലും ഈ ഒരു രീതിയിൽ 5 മാർക്ക് ഉണ്ട്. അപ്പോൾ ഈ രീതിയിൽ 5 മാർക്ക് ആദ്യം തന്നെ രണ്ടിനും ആഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഈ ഒരു ആദ്യത്തെ കെമിസ്ട്രിക്ക് A+ ഗ്രേഡ് ആവും. പിന്നീട് ബാക്കിയുള്ളത് മലയാളമാണ്. അപ്പോൾ ഈ രീതിയിൽ 5 മാർക്ക് കുറയുന്ന സാഹചര്യത്തിൽ പിന്നീട് ബാക്കിയുള്ളത് 7 മാർക്കാണ് വരിക. 17-ൽ നിന്ന് ഈ ഒരു 10 മാർക്ക് കുറയുന്ന സമയത്ത്, അതായത് ഓരോന്നിനും 5 മാർക്ക് വെച്ച് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ പിന്നീട് ബാക്കിയുള്ളത് 15-ന് ശേഷം ഈ ഒരു 10 മാർക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി 7 മാർക്കാണ്. അപ്പോൾ 7 മാർക്ക് പിന്നീട് അവസാനം A+ ഉള്ള ആ ഒരു മലയാളത്തിനാണ്. മലയാളത്തിന് A ഗ്രേഡ് ആയ ശേഷം പിന്നീട് 5 മാർക്കിൻ്റെ വ്യത്യാസം വരുന്നുണ്ട് A+ലേക്ക് മാറാനായിട്ട്. അപ്പോൾ അവിടെ വീണ്ടും ആ ഒരു 5 മാർക്ക് ആഡ് ചെയ്ത് അതിന് A+ ആക്കും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു A+ ഗ്രേഡ് ആവാനായിട്ട്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്രേഡിൽ നിന്നും അതിൻ്റെ കൂടിയ ഗ്രേഡിലേക്ക് മാറണം എന്നുണ്ടെങ്കിൽ, അതായത് അത് തമ്മിലുള്ള ഗ്യാപ്പ്, അതായത് ഈ ഒരു എത്രയാണ് ഏറ്റവും കുറവ് വ്യത്യാസം വരുന്ന സബ്ജക്റ്റ്, അതിനാണ് ഫസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേസ് മാർക്ക് ഉണ്ടോ അതിനനുസരിച്ച് ആ ഒരു ഗ്രേസ് മാർക്ക് 90% മാർക്ക് ആവുന്നത് വരെയാണ്, അതായത് A+ ഗ്രേഡ് ആവുന്നത് വരെ നിങ്ങൾക്ക് അതിനെ ആഡ് ചെയ്ത് അതിനെ ആ ഒരു ഗ്രേസ് മാർക്ക് വെച്ച് നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റ് A+ ഗ്രേഡിലേക്ക് ചേഞ്ച് ചെയ്യും. ഇനി അതേസമയം ചില വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഗ്രേസ് മാർക്ക് ഉണ്ടാവും, എന്നാൽ ഈ ഒരു രീതിയിൽ A+ ഒന്നും ആവണമെന്നില്ല. ചില സമയത്ത് നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റിന്, അതായത് D ഗ്രേഡ് ഒക്കെ കിട്ടി നിങ്ങൾക്ക് തോൽക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഏറ്റവും മാർക്ക് കുറവുള്ള, അതായത് നേരത്തെ പറഞ്ഞ ആ ഒരു പ്രൊസീജിയർ തന്നെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുക. ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുന്നത് ടാബുലേഷൻ സമയത്താണ്. അപ്പോൾ ടാബുലേഷൻ എന്ന് പറയുന്നത് വാല്യുവേഷൻ കംപ്ലീറ്റ് ചെയ്ത ശേഷം നടക്കുന്ന പ്രോസസ്സിംഗ് സമയത്താണ് ഈ ഒരു
ഗ്രേസ് മാർക്കും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ സ്കൂളിൽ കോൺടാക്റ്റ് ചെയ്ത് ഗ്രേസ് മാർക്കിൻ്റെ കാര്യങ്ങൾ എന്താണ്, അത് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും നൽകേണ്ടതുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ സ്കൂളിൽ അന്വേഷിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും മികച്ച മാർക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു A+ എങ്കിലും മിനിമം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.